താഴോട്ട് ഓടിങ്ങോട്ട്. മാഡം, മാഡം. നീ പറയ്, എന്തിനാ താഴേക്ക് വന്നത്? അത് കേക്ക് മുറിക്കാൻ തുടങ്ങിയെന്ന് വിചാരിച്ചു. കേക്ക് അത്രക്ക് ഇഷ്ടമാണോ നിനക്ക്? നീ എന്തിനാടി അവിടെ വന്നേ? നടക്കുന്നതേ ഞങ്ങളുടെ ഡാഡിയുടെ ബർത്ത്ഡേയാ. മമ്മിയുണ്ട്, ഞങ്ങൾ എല്ലാവരും ഉണ്ട്, ബന്ധുക്കൾ എല്ലാവരും ഉണ്ട്, മമ്മിയുടെ ഫ്രണ്ട്സും ഉണ്ട്. ഇതിനിടയിൽ നിനക്ക് എന്താടി കാര്യം? ഓ, ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ ഭാര്യയാണെന്ന് വിളിച്ച് പറയുന്നുണ്ടല്ലോ. അതാണ് നിന്റെ അവകാശവാദം അല്ലേടി? ഒരു ജോലി ഏൽപ്പിച്ച അത് കൃത്യമായിട്ട് ചെയ്തു തീർക്കണം. അത് കഴിഞ്ഞേ അടുത്ത കാര്യത്തിന് വരാവൂ. മനസ്സിലായോ നിനക്ക്? ദേ, ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതാ, നിനക്ക് വേണമെങ്കിൽ ആ ഫംഗ്ഷന്റെ നടുവിലേക്ക് വരാം. ഞങ്ങൾ നിന്നെ തടഞ്ഞു വെച്ചതാണെന്ന് ഉറക്കെ വിളിച്ചും പറയാം. ഏട്ടൻ വലിയ ബഹളം ഉണ്ടാക്കും. ആളുകൾ കൂടി നിൽക്കുന്നെന്ന് പോലും ആലോചിക്കാതെ ഏട്ടൻ ഈ ഫംഗ്ഷൻ തല്ലി തകർക്കും. അത് കാണണമെന്ന് നിർബന്ധാണോ നിനക്ക്? വേണ്ട മാഡം, എനിക്ക് അങ്ങനെയൊന്നും ആഗ്രഹമില്ല. അങ്ങനെ ആഗ്രഹമില്ലെങ്കിൽ പറഞ്ഞ ജോലി എന്താണെന്ന് വെച്ചാൽ ചെയ്ത് തീർക്ക്. ഒരു കാര്യം ചെയ്യ്, നീ ഈ മുറി നിൽക്കണ്ട, നേരെ ടെറസിലേക്ക് വിട്ടോ. അവിടെ എന്തിനാ? ഡ്രിങ്ക്സ് കഴിക്കുന്നവർക്കുള്ള പാർട്ടി അവിടെ നടക്കുന്നത്. ആ പയ്യന്മാര് കസേരമേശക്ക് അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. അതിൽ ഷീറ്റൊക്കെ വിരിക്കണം, ഗ്ലാസുകളും മറ്റും എടുത്തു വെക്കണം, നീറ്റായിരിക്കണം. അത് ഇവളെ കൊണ്ട് നന്നായിട്ട് പറ്റും. ഒന്നാമത് ഇത്രയും നല്ല മദ്യപാനിയായ ഏട്ടന്റെ കൂടെയുള്ള സഹവാസം. പിന്നെ ഇവളും മോശമൊന്നുമല്ലല്ലോ. അന്ന് മദ്യപിച്ചിറങ്ങി വന്ന് നമ്മുടെ മുമ്പിൽ കാണിച്ചു കൂട്ടിയതൊന്നും ഓർമ്മയില്ലേ? എന്താടി, ഇന്ന് കുടിക്കാൻ ഉദ്ദേശമില്ലേ? അന്നത്തെ പോലെ വേണമെങ്കിൽ വേഷം കെട്ടാം. വേണ്ട മാഡം, അന്ന് എനിക്കെന്തോ അബദ്ധം പറ്റിപ്പോയതാ. തിരിച്ചറിവുകളൊക്കെ നല്ലതാ. അപ്പൊ എങ്ങനെ, നീ ടെറസിലേക്ക് പോവല്ലേ? ദേ, നീ ടെറസിൽ നിൽക്കുമ്പോ നിന്നെ കാണാതെ ഏട്ടൻ ചിലപ്പോ വിളിച്ചുന്നിരിക്കും. രാജുവും വിളിക്കും, ഡാഡിയും വിളിക്കും. പക്ഷെ നീ ആ വിളി കേൾക്കാൻ നിൽക്കണ്ട. നീ ജോലി ചെയ്ത് തീരുമ്പോ, നീ താഴേക്ക് വരാനുള്ള സമയമാവുമ്പോ ചേച്ചി വരും, നിന്നെയും കൂട്ടി പോന്നോളും. ഒരു കാര്യം നീ ഓർമ്മിച്ചോ, ഈ ഫംഗ്ഷൻ നല്ല രീതിയിൽ നടക്കണോ വേണ്ടയോന്ന് തീരുമാനിക്കുന്നത് ഇപ്പൊ നീയാ. നിന്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടു പോയാ നീ ദൈവത്തെ പോലെ സ്നേഹിക്കുന്നു എന്നാണല്ലോ ഡാഡിയെ കുറിച്ച് പറയുന്നത്. ആ ദൈവത്തിന്റെ പാർട്ടി ഇന്ന് നടക്കില്ല. ചെല്ലടി. ചേച്ചി, ഈ ഫംഗ്ഷൻ കഴിഞ്ഞ് ആളുകൾ പിരിയുന്നത് വരെ അവളെ ഇതേ കണ്ടീഷനിൽ സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ നാളെ മമ്മി നമ്മളെ പുകഴ്ത്തും. മമ്മിക്ക് സന്തോഷാവും. അവളെ ഇന്നാരും കാണണ്ട. ഈ ഫംഗ്ഷൻ അവളില്ലാതെ തന്നെ ഭംഗിയായിട്ട് നടക്കും. അത് മനസ്സിലാക്കി കഴിയുമ്പോ സൂര്യയുടെ ബഹളങ്ങൾക്കും ഒരാശ്വാസം കിട്ടും. വാ, നമുക്ക് പാർട്ടിയിലേക്ക് പോ.
എത്രയും പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്യണം. അവള് താഴേക്ക് ഇറങ്ങുന്നതിന് മുൻപ്. ഹായ് ഓൾ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പേരെയും ഞങ്ങൾ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു.